ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഡിഷ് കേരളത്തിലെ മലബാർ സൈഡിൽ നിന്നുമുള്ള ഒരു സ്പെഷ്യൽ ട്രീറ്റാണ്. ചിക്കൻ തലശ്ശേരി കിഴി ബിരിയാണി. വാഴയിലയിൽ പൊതിഞ്ഞ് കിഴിയാക്കി സ്റ്റീം ചെയ്തെടുത്ത ഈ ബിരിയാണി വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ തുടങ്ങാം. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുവാൻ 1 കപ്പ് ജീരകശാല റൈസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി മാറ്റി വയ്ക്കുക. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഒരു പാത്രത്തിൽ 1/2 കിലോ ചിക്കൻ എടുത്ത് അതിൽ പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 നാരങ്ങയുടെ നീര്, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. ഇനി ബിരിയാണിക്ക് വേണ്ടിയുള്ള ചോറ് തയ്യാറാക്കാം. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഷാജീര, 1 ഇഞ്ച് കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് വെള്ളം തിളച്ചു തുടങ്ങിയാൽ അരി ചേർത്ത് നന്നായി ഇളക്കുക. അരി ഏകദേശം 80% വേവ് ആകുന്നത് വരെ വേവിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുക. ഇനിയൊരു പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചൂടാക്കി അതിലേക്ക് കുറച്ച് കുരുമുളക്, 2-3 ഏലക്കായ, 2 ബേ ലീഫ് എന്നിവ ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക. ഇനി പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റുക. ഇനി സവാള ഇളം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായി വേവിക്കുക. തക്കാളി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് മസാലയിൽ നിന്നും എണ്ണ വേർപെട്ട് തുടങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം ഇതെല്ലാം ചേർത്ത് വേവിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് വീണ്ടും എണ്ണ വേർപ്പെടുന്നവരെ വേവിക്കണം. എണ്ണ വേർപ്പെട്ട് കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് എല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കുക. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാം.
ചിക്കൻ മസാലയുടെ മുകളിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് നിരത്തി അതിന് മുകളിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും വറുത്ത സവാളയും ചേർത്ത് ഗാർണിഷ് ചെയ്യുക. പാനിൻ്റെ ലിഡ് അടച്ച് 15 മിനിറ്റെങ്കിലും ദം ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി കെട്ടാം. ഒരു വാഴയില എടുത്ത് ചെറു തീയിൽ നന്നായി വാട്ടുക. ഈ വാഴയിലയിലേക്ക് ആവശ്യാനുസരണം ബിരിയാണി വെച്ച് അതിന് മുകളിൽ വറുത്ത കശുവണ്ടി, വറുത്ത സവാള, അരിഞ്ഞ പുതിനയില, മല്ലിയില ഇതെല്ലാം വെച്ച് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് വാഴയില ഒരു കിഴി പോലെ മടക്കി ഒരു ചരട് കൊണ്ട് കെട്ടി മാറ്റിവെക്കുക. ഈ കിഴികൾ ഒരു ഇഡ്ഡലി സ്റ്റീമറിലോ അല്ലെങ്കിൽ സാധാരണ സ്റ്റീമറിലോ ഏകദേശം 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ ഇതിൻ്റെ രുചി ഇനിയും കൂടും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫ്രം മോംസ് കറി പോട്ട്.